രാവിലെ മുതൽ ഞങ്ങൾ അടുത്തിരിക്കുള്ളൂ. എന്റെ അടുത്ത് വേറെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളി കണ്ണു മതി. കണ്ണ് ചിമ്മേ. എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ്, അതാണ് പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്ത ഒരു കാര്യം. ഇതിന് മുന്നേ സാറിനോട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടറും ഇതും ഭയങ്കര ഡിഫറെന്റാ. എന്റെ ക്യാരക്ടർ ഒരു വില്ലൻ അത്യാവശ്യം പരിപാടി ഉണ്ട്, അന്ന് ഹ്യൂമർ പരിപാടി, രണ്ടും കൂടി. ജീവിതത്തിലെ ഓരോരുത്തരുടെ കഥാപാത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ മൈ ഗോഡ്, എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. ഐ തിങ്ക് പോലീസ് സ്റ്റേഷൻ അത്ര സോഫ്റ്റ് ആയിട്ടും അത്ര ബ്യൂട്ടിഫുള്ളും ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഒരു സിനിമ ആക്ഷൻ ബിജു. ഒന്ന്, ആ സ്ത്രീയെ പരസ്യമായി നീ കർണത്തടിച്ചു. രണ്ട്, ഇതേപോലെ സാധനത്തിന് നീ പ്രേമിച്ചു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 അക്ഷരങ്ങളുണ്ട്. അത് ഒരെണ്ണം എല്ലാവർക്കും അറിയാലോ, BAR. അതേപോലെയാണ് ESPA. മനസ്സിലായ കാര്യം. ഈ പ്രോജക്ടിന്റെ ഇന്നായത് മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ സിനിമയുടെ ഭാഗമായി എല്ലാവർക്കും ഒരു ലക്ഷറി സ്പാ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇല്ല, ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വിചാരിക്കും, ഈ ലോകത്തെ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ലല്ലോ കർത്താവ് നമ്മൾ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. The most funniest thing happened during a spa. ഒരു ലേഡി ബോയ് കേട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കടന്നു കൊടുക്കായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും സ്പെഷ്യൽ ആണ്. കാരണം സാധാരണ നമ്മൾ മൂവി പ്രൊമോഷൻ ഇന്റർവ്യൂവിനൊക്കെ ഞാനൊക്കെ ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 3, 4 മാക്സിമം ഒരു 5 പേരൊക്കെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇന്ന് എന്റെ കൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്ര പേരെ ഇരിക്കുന്നത് നോക്കിയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ ചോദ്യം ഞാൻ എത്ര എനർജിയിൽ ത്രോ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണില്ല. ഞാൻ ഇങ്ങനെ വട്ടം പിടിക്കേണ്ടി വരും. എല്ലാരും സുഖമായിട്ടിരിക്കണില്ലേ? മുഴുവൻ ടീം എത്തിയിട്ടില്ല, ഇനി കുറെ ടീമുകളും ഉണ്ട്. മൊത്തം എത്ര പേരുണ്ട് സ്പൈല്? കൗണ്ട് ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ഇല്ല, 22 പേരാണോ? ആണോ? ആര് കൗണ്ട് ചെയ്ത്? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്പർ ഓഫ് പീപ്പിൾ, ലേഡീസും ഡയറക്ടേഴ്സും എല്ലാവരും കൂടെയാണ്. മറ്റേ ലാംഗ്വേജ് ഇഷ്ടം പോലെ. പക്ഷെ എനിക്കിപ്പോ ഇവിടെ മിസ് ചെയ്യുന്ന ഷൈൻ ചേട്ടനെയും കൂടിയാണ്. കാരണം എനിക്ക് ഷൈൻ ചേട്ടന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, അദ്ദേഹം തന്നെ ഇത് എഴുതി ഡയറക്ട് ചെയ്യുമ്പോൾ സാധാരണ അത്തരത്തിലേക്ക് കഥകളിലേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അത് പോയി അനുഭവിക്കുക, അതിലൂടെ ഒരു യാത്ര ചെയ്യുക. ആ യാത്രകളുടെ അനുഭവങ്ങളാണല്ലോ അവർ സിനിമയിലൂടെ കാണിക്കുന്നത്. ആ ഒരു ചോദ്യം ഫേസ് ചെയ്യാൻ മടിച്ചിട്ടായിരിക്കണം ഷൈൻ ചേട്ടൻ ഔട്ട് ഓഫ് ക്യാമറ ഓടിപ്പോയിരിക്കുന്നത്. ആയിരിക്കും, എന്തായാലും ഒറ്റയ്ക്ക് പിടിക്കാം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, നിങ്ങൾ അത് നമുക്ക് ഫുൾ റിവീൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, മൂവി റിലീസ് ആവാൻ പോണേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ആ പേരിൽ തന്നെ പലതും അതിനകത്ത് ഉണ്ട് അല്ലെ, പലതും അതിനകത്ത് തന്നെ പറയപ്പെടുകയാണ്. അതിനകത്തൊക്കെ ഞങ്ങൾ പോസ്റ്ററിൽ കാണുന്നത് ഇപ്പോഴും നിങ്ങൾ ഒരുമിച്ച പോസ്റ്ററിൽ നിങ്ങൾ ഒരുമിച്ച. രാവിലെ മുതൽ ഞങ്ങൾ അടുത്തിരിക്കുള്ളൂ. എന്റെ അടുത്ത് വേറെ ആരെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ പുള്ളി കണ്ണു മതി. അപ്പൊ വിനീതന് മതിയായില്ലേ ഇത്രയും ദിവസം? എങ്ങനെ മതിയാവും? ഓക്കെ, അപ്പം എന്താ ഇവിടെ തന്നെ തുടങ്ങാം, വിനീതന്റെ അടുത്ത് തുടങ്ങാം. പക്ഷെ ഞങ്ങൾ പോസ്റ്ററിൽ കാണുന്നത് നിങ്ങൾ രണ്ടും കൂടെ പ്രണയിക്കുന്നു, പൂക്കൾ കൊടുക്കുന്നു, ഇഷ്ടങ്ങി. അപ്പൊ ആക്ച്വലി പേരിൽ മൊത്തം സ്പായു ആണ്. അപ്പൊ എന്താണ് ഈ സിനിമയിലൂടെ നിങ്ങൾ പറഞ്ഞു പോണത്? ബന്ധമൊന്നുമില്ല, നിങ്ങളും കഥയായിട്ട് ബന്ധമുണ്ട്. എല്ലാവരും ഓരോരോ വേഷം ചെയ്യാം. മറ്റുള്ള നമ്മുടെ ഷൂട്ടിംഗ് ചെയ്തിട്ടുള്ള ഭാഗങ്ങള് ഞാൻ കണ്ടിട്ടില്ല, ഷൂട്ടും കണ്ടിട്ടില്ല, മറ്റേ എല്ലാവരും അടിപൊളിയായിട്ട് ഗംഭീര സംഭവമായിട്ട് നമ്മൾ ചെയ്ത് നന്നായി പൊളിപടായിരിക്കും. രാധികയുടെ ഷൈൻ ചേട്ടന്റെ കൂടെയുള്ള സെക്കൻഡ് മൂവിയാണ് അല്ലെ? നേരത്തെ ഒരു മൂവി ചെയ്തു. അപ്പോ എന്തുകൊണ്ടായിരിക്കാം ഈ ഇതിനകത്ത് വന്നപ്പോൾ ഒരു മെയിൻ കാസ്റ്റിംഗിലേക്ക് തന്നെ രാധികനെ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ്, അതാണ് പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്ത ഒരു കാര്യം. അതായത് നമ്മള് ചെയ്യുമ്പോ ഒരേപോലത്തെ കാര്യങ്ങള് ക്യാരക്ടേഴ്സ് നമുക്ക് വരിക, അല്ലെങ്കിൽ അത് ചെയ്യാന്നുള്ളത് ഈസിയാണ്. അപ്പൊ നമ്മൾ ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ 10 സിനിമ എടുത്താൽ അതിൽ ഏത് ക്യാരക്ടറാണ് ഏത് സിനിമയിലാന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒരേപോലെ ആയാല്.
അപ്പോ സാറ് ഞാൻ ഇതിനു മുന്നേ സാറിനോട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടറും ഇതും ഭയങ്കര ഡിഫറെന്റാ. അപ്പൊ സാർ ഇങ്ങനെ രാധികയ്ക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടാവും, അത് ഞാൻ ഉറപ്പ് തരാം എന്നുള്ളൊരു സാധനമായിരുന്നു സാറ് പറഞ്ഞത്. അപ്പൊ അത് ക്യാച്ചി ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു ഇപ്പൊ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഉള്ളതുപോലെ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ചെയ്യണോ എന്നുള്ളൊരു അപ്പൊ തന്നെ എസ് പറയാൻ എനിക്കൊരു ഒന്ന് ചിന്തിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് സാറിനെ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് വന്നൊരു പ്രോജക്റ്റ് ആണ്. സാർ അങ്ങനെ വിളിക്കുമ്പോൾ സാർ ആസ് എ ഫിലിം മേക്കർ സാറുടെ ഒരു ഷോട്ട് എടുക്കുമ്പോഴോ ഒരു കഥ പറയുമ്പോഴോ അതിന്റെ എസ്തെറ്റിക്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് സാർ എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. പക്ഷെ അത് നന്നായി വന്നു തന്നെ. ഇതേപോലെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു പ്രൊജക്ടിനകത്ത് അസോസിയേറ്റ് ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടോ? പേരിതാണല്ലോ. എനിക്ക് സാറിനെ വിളിച്ചപ്പോ കേട്ട ഉടനെ ഐ ഡോണ്ട് ഹിയർ ദ സ്റ്റോറി, ഐ വോണ്ട് ടു ബി എ പാരന്റ്. അതായിരുന്നു എന്റെ ഇൻസ്റ്റന്റ്. കാരണം കുറച്ചു കൊല്ലം മുന്നേ ഇതേപോലെ സാർ ആക്ഷൻ ഹീറോ ബിജു 2ന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പോയി പറഞ്ഞു, സാർ എനിക്ക് ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ശേഷം പൂസയ്ക്ക് പറ്റിയൊരു ക്യാരക്ടർ വരുമ്പോൾ കോളിയോ എന്ന് പറഞ്ഞിട്ട് സാർ ഇതിന് ഓർത്ത് വിളിച്ചപ്പോ തന്നെ ഐ ഫെൽ വെരി ഗ്രേറ്റ്ഫുൾ. അത് കഴിഞ്ഞ് ഐ ഡിഡ് വോണ്ട് ടു ഹിയർ എനിത്തിങ്. പക്ഷേ ഈ സിനിമയില് എല്ലാവരും നല്ല നല്ല വേഷങ്ങൾ തന്നെയാണ്. ചെറിയ വേഷം വലിയ വേഷം ഒന്നുമില്ല. പക്ഷെ ഈ സിനിമയില് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് പൂജിതയാണ്. ഞാനത് പൂജിതോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ്. എനിക്കത് പൂജിതല്ലാതെ വേറൊരാളും അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആണോ? എനിക്കത് ഭയങ്കര ഈ പൂജിതയും രാധികയും പറഞ്ഞ പോലെ തന്നെ ഒരു ബഞ്ച് ഓഫ് ടാലന്റഡ് ലേഡീസിന്റെ ഒരു പെർഫോമൻസ് പടമാണ്. അപ്പൊ നിങ്ങളെ പോസ്റ്ററൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ ഞങ്ങള് അതിനൊരു ബാക്ക് ബോൺ ആയിട്ട് അവിടെ ഉണ്ടാവും. പക്ഷെ ഇവരാണ് മുൻനിരയിൽ നിന്ന് കാര്യമായിട്ട് നയിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂലും കൂടി പറയുന്ന ഒരു പടമാണ് സ്പാ എന്ന് പറയുന്നത്. പറഞ്ഞ പോലെ സ്പായുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 12-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ്. എന്താ പറയാ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് മൂവിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ അത് പ്രേക്ഷകരിലേക്ക് ആ ഒരു രീതിയിൽ തന്നെ എത്തിച്ചേർന്നാൽ നമുക്ക് സന്തോഷം. ഈ പറഞ്ഞ മാതിരി കുറേയും കൂടി ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യാനുണ്ട്. കുറേ ടാലന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരിക്കും ഈ ഫിലിം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ഭയങ്കര ഒരു കളർഫുൾ മൂവി തന്നെ ആയിരിക്കും അല്ലേ? എല്ലാ കളറും ഉണ്ട്. എല്ലാ കളേഴ്സും നമുക്കിങ്ങനെ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് ഹരം കൊള്ളിക്കുന്ന അങ്ങനെയൊക്കെ പറയാലോ നമുക്ക്. അതെ, യങ്സ്റ്റേഴ്സ് പാക്ക് ആണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ തന്നെ എന്താ പറയാ, ഇതൊരു വിമൻ എംപവർമെന്റ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. കാരണം ഇപ്പൊ തന്നെ ഞാൻ കാണുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത് ഇനിയും ജോയിൻ ചെയ്യാൻ കുറെ ആർട്ടിസ്റ്റുകളും ഉണ്ടെന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കൂടുതലും ലേഡി ക്യാരക്ടേഴ്സ് തന്നെയാണോ? അങ്ങനെയില്ല, പക്ഷെ എന്നാലും ഒരു മുൻനിരയിൽ അവരാണ് പറയാം. ആണോ? മുൻനിരയിൽ അവരെ പ്രത്യേകത പറഞ്ഞ ഒരു സീനിലുള്ള പോലും നമ്മൾ സിനിമ കഴിയുമ്പോൾ വി ഡോണ്ട് ഫീൽ അവർ ചെറിയ ക്യാരക്ടർ ചെയ്ത് തോന്നില്ല. എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് സ്ക്രീൻ സ്പേസിന്റെതല്ല, പക്ഷെ ക്യാരക്ടറിന് ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും ഉണ്ട്. ശ്രുതി കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ കാണുകയാണ് അല്ലേ? യെസ്. സോ ശ്രുതി, എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു മൂവി ചൂസ് ചെയ്യാനുള്ള റീസൺ? ഇതുപോലത്തെ ഒരു സ്റ്റോറി ലൈൻ ഞാൻ കേട്ടിട്ടില്ല. ഇതുപോലത്തെ ഒരു പടം ചിലപ്പോഴേ മലയാളത്തിൽ എടുത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് മേഡ് സച്ച് എ മൂവി ഇൻ മലയാളം. ഹിന്ദിയിലും ഡെഫിനറ്റ്ലി എടുത്തിട്ടില്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് എ വെരി ഗുഡ് ഫിലിം. ആൻഡ് സ്പാ ഇസ് നന്നായിട്ടൊരു വളരെ ഡിഫറെന്റ് ആയൊരു ട്രീറ്റ്മെന്റ് ആണ്, വളരെ ഡിഫറെന്റ് ആയൊരു സ്റ്റോറിയാണ്, വളരെ ഡിഫറെന്റ് ആയൊരു സെറ്റപ്പ് ആണ്. സോ ഐ തോട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ അതിനേക്കാളും ഷൈൻ ചേട്ടനുണ്ട്. പിന്നെ ശരിക്കും ഓണസ്റ്റ്ലി അത്ര പ്രോജക്ട്സ് ഞാൻ റിജക്ട് ചെയ്തിട്ട് പിന്നെ സ്പാ സെലക്ട് ചെയ്ത് അങ്ങനെയൊന്നും അല്ല. ലിമിറ്റഡ് ആയ പ്രോജക്ട്സ് എനിക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. സോ ഐ ഗേവ് ഇറ്റ് മൈ ടൈം ആൻഡ് മൈ എനർജി. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഇത്രയും പേര് ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് തന്നെ കാണുന്നത് ഒരു പക്ഷെ ഇപ്പൊ ഈ പ്രൊമോഷന്റെ സമയത്താണോ? ആക്ച്വലി ലൊക്കേഷൻ ഉണ്ടല്ലോ, ഉണ്ടായിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ നമുക്കൊരു നമ്മള് ഡെയിലി പോകും അവിടെ. ഇപ്പൊ ഒരു ദിവസത്തെ ശ്രീജ, ശ്രുതി, ശ്രീലക്ഷ്മി, നമുക്ക് ഓൾമോസ്റ്റ് എവറി ഡേ ഷൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രം ആണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ
നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ മൂവി എന്ന് പറയുമ്പോൾ ബാക്ക് ബോണിനായിട്ട് വരുന്ന കുറെ തീർച്ചയായിട്ടും. Yeah. ക്യാമറ ഉം. ആർട്ട് ക്യാമറ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പ്രൊജക്ട് ഡിസൈനർ ഷിജി പട്ടണം. അപ്പൊ അതൊരു വലിയൊരു ബാക്ക് ബോണാണ്. ഞങ്ങള് ചുമ്മാ വന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല, ശരിക്കും ഫുൾ ആംബിയൻസ് സെറ്റ് ചെയ്ത് അതെ. പ്രൊഡ്യൂസർ പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ പ്രൊഡ്യൂസർ നമ്മൾ സാധാരണ സിനിമയിൽ കുറെ പേര് കേട്ടിട്ടുണ്ട് കുറച്ച് പൈസ കിട്ടാൻ ബുദ്ധിമുട്ട്, ഓപ്പൺലി പറയുകയാണെങ്കിൽ കേട്ടോ. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിക്കാതെ ഇങ്ങോട്ടേക്ക് വിളിച്ച് എല്ലാ പൈസ തന്നു. കറക്റ്റഡ് എല്ലാ ആക്ടേഴ്സും ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇന്ന് പ്രൊമോഷൻ എല്ലാരും മനസ്സിലായി അല്ലേ? നമ്മുടെ മ്യൂസിക് ഇഷാൻ പുതിയ ഇതിനകത്ത് പാട്ട് ഒരുപാടുണ്ടോ? പാട്ടിന് അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 6 ഓ ഓക്കെ. അത് പതിയെ പതിയെ ഇപ്പം ഒന്നും ആയി വന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ടീച്ചർ കണ്ടിട്ടില്ല, ട്രെയിലർ അതാ പറഞ്ഞു, ഒന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തോണ്ട് സിനിമ എത്രത്തോളം കളർഫുൾ ആണ്, ഏത് മൂഡിലൂടെയാ പോണത്, എന്താണ് ഇതിന്റെ വിഷ്വലി സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ പോസ്റ്ററും പേരൊക്കെ കണ്ടിട്ട് എന്താ തോന്നണം, എന്തായിരിക്കും അത് പിന്നെ അല്ല അത് പേരില് കാണുമ്പോഴേ ഇതിന്റെ പിന്നിലത്തെ എന്തൊക്കെയോ ഹിഡൻ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 അക്ഷരങ്ങളുണ്ട്. അത് ഒരെണ്ണം എല്ലാവർക്കും അറിയാലോ, BAR. അതേപോലെയാണ് ESPA. ദിനേശ് ഈ പ്രോജക്ടിന്റെ ഇന്നായത് എന്തൊക്കെ പ്രതീക്ഷയുണ്ടായിരിക്കും. ഒബ്വിയസ്ലി ഷൈനാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇന്നാണ് അതിലേക്ക്. പിന്നെ ഇങ്ങനെ ഒരു പേര് കൂടി കേട്ടപ്പോ ആഹാ കൊള്ളാം എന്ന് നമുക്ക് തോന്നി. അപ്പോ നമ്മുടെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട 2 വാക്കുകളാണ് ഇത് രണ്ടും, അല്ലേ? അല്ല വിനീതേട്ടാ, നിങ്ങളൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അല്ല ഇതൊക്കെ അഭിനയിക്കുമ്പോ ഇതൊക്കെ ശരിക്കും അറിഞ്ഞിരുന്നിട്ട് അഭിനയിച്ചാൽ കുറച്ചും കൂടെ നന്നായിരുന്നു ഷൈനെ. റിയൽ ആയിട്ട് ഞങ്ങൾക്കൊന്നും ഒരു എക്സ്പീരിയൻസ് തരൂ. നമുക്ക് ഷൈൻബോയോട് പറയാൻ പറ്റണ്ടേ? അതെന്താ നമ്മളങ്ങനെ ഒരു ബഹുമാനല്ലേ കൊടുത്തുള്ളൂ. ഓ നമുക്ക് ചെറിയ സംവിധായകനൊക്കെ നമ്മളത് പറയും. പറഞ്ഞേനെ ഇതായതുകൊണ്ട് പാട് വിളിക്കുമ്പോ നമ്മള് ഡേറ്റ് കൊടുക്കുന്നേ, നമ്മളെ എന്താ ക്യാരക്ടർ ചോദിച്ചു നമുക്കറിയാതെ ഗംഭീര സംഭവം. പിന്നെ നമ്മള് വല്ലാണ്ട് കഥയും കാര്യങ്ങളും ചോദിക്കാൻ നിൽക്കണ്ടെന്ന് ചെല്ല പറയുന്നത് ചെയ്യാം. നമ്മള് ആ എക്സ്പീരിയൻസ് ഓഡിയൻസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നല്ലേ? അവരൊരു തെറാപ്പിക്ക് വന്ന പോലെ, ഒരു തെറാപ്പിക്ക് വന്ന പോലെ ആയിരിക്കും അവര് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്, റിലാക്സ്ഡ് ആയിട്ട്. ആ ഒരു സ്ട്രെസ് റിലീഫാണ് ഞങ്ങൾ ഈ പടത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഒബ്വിയസ്ലി ഇതൊരു എന്റർടൈൻമെന്റ് മൂവിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് കുറെ ചിരിച്ചു കേട്ടോ. നിങ്ങളും കൂടെ പിന്നെ അത്ര കുഞ്ഞു പിള്ളേര് കാണണ്ടെന്ന് അതെ മാത്രം പറ്റുന്ന അത്ര ചെറിയ പിള്ളേര്, അത്ര കുഞ്ഞു പിള്ളേര് ശരിക്കുള്ള പ്രായമായിട്ടില്ല. ഒന്നും കാണണ്ടെന്നുള്ളത് 18 വയസ്സ് വരെ കാണണ്ടെന്നല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ ചെറിയ പിള്ളേരെ കൂടുതൽ കാണാൻ പോകും. അതാണ് പ്രശ്നം. കണ്ടിരിക്കേണ്ടത് ആണ് കമ്പൽസറി ആയിട്ട്. പിന്നെ ഓക്കെ, ഇനി ജിജോ എടുത്ത് ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഒരു ക്യാരക്ടർ? സോറി ജോജിയും ജിജോ ഒക്കെയാണ് ഇത്. ഓക്കെ, എന്താണ് ഇതിനകത്ത് ഒരു ക്യാരക്ടർ? കോമഡിയാണ് ആ സിനിമ. അത് ഒരിക്കലും ഞങ്ങൾ വിചാരിക്കില്ല. അത് ചിരിച്ചാൽ ചിരിക്കും. എനിക്ക് മനസ്സിലാവുന്ന ഒരു സ്പായിൽ നടക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ്, അതിനകത്തൂടെ പറയുന്ന കുറച്ച് ഹ്യൂമറാണ് ഈ സിനിമ. ശരിക്കും ത്രൂ ബാക്ക് ടു ബാക്ക് കോമഡിയാണ് സിനിമ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു കസ്റ്റമറാണ് ഞാൻ. പിന്നെ ബാക്കിയെല്ലാം ഇവർ പറയും. ബാക്കിയെല്ലാം അതെ എന്റെ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കസ്റ്റമർ അങ്ങനെ എൻജോയ് ചെയ്തു അല്ലേ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ നമ്മളുടെ അൾട്ടിമേറ്റ്. തീർച്ചയായിട്ടും. അപ്പൊ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. മുഖത്ത് ഇപ്പോഴും നാണമുണ്ട്, ഇപ്പോഴും ആ ഒരു ഫീലില് തന്നെ നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി എന്താണ് ശ്രീലക്ഷ്മിയുടെ ഇതിനകത്തെ കഥാപാത്രം? എന്റെ കഥാപാത്രം ഒരു റിസപ്ഷനിസ്റ്റ് ആണ്. ഞാനും പൂജിതയും റിസപ്ഷനിസ്റ്റ് ആയിട്ട് വരുന്നത്. എന്റെ പേര് ജാസ്മിൻ എന്നാണ്. കഥ പറയുന്നില്ലല്ലോ, ക്യാരക്ടർ പേര് മാത്രം. അപ്പൊ ഈ ഇതിലേക്ക് വിളിക്കുമ്പോഴത്തേനും അതെന്നെ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതെല്ലാം എനിക്ക് ബോണസാണ്. ഞാൻ ഒറ്റ സീൻ പ്രതീക്ഷിച്ച് വന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസും കിട്ടി. പിന്നെ ഇത്രയല്ല, ഇങ്ങനത്തെ ഒരു 2-3 ബെഞ്ച് ഇട്ട നിറയുന്ന ആൾക്കാരുടെ കൂടെ ഫുൾ ഒരു ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്ത് ഈ പറഞ്ഞോളം ഈ മൂവി നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ഫൺ കൈൻഡ് ഓഫ് സംഭവം.
ശ്രീലക്ഷ്മിയുടെ കൂടെ കുറെ കോമ്പിനേഷൻ ആണ്. ഒരിക്കലും പറയില്ല ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന കേട്ടോ. ആണോ? ഇവര് ജമ്പനും തുമ്പനും ജമ്പനും തുമ്പനും. നിങ്ങളൊക്കെ കണക്ഷൻ മെയിൻ ആയിട്ട് തേൻ മിഠായി, മിക്സർ, ഉപ്പേരി, മുറുക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇവരുടെ അതെ, കണക്ഷൻ. പൂജിത വരുമ്പോ തന്നെ സാധാരണ നമ്മള് സെറ്റിലേക്ക് വരണ പോലെ ഒന്നല്ല, പൂജിത വരുമ്പോ തന്നെ കയ്യിൽ കവറായിരിക്കും. അത് പൂജിതയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ ഉണ്ടാവും. ഈവൻ കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇന്നലെ കണ്ടപ്പോഴും അതേ പതിവ് തന്നെയായിരുന്നു. ഇന്നിപ്പോ കാറിലെടുത്തിട്ട് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ തികയില്ല എന്നുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവരും പോയിട്ട് എടുക്കാം. വേറൊന്നല്ല, അല്ല അത് എവിടുന്നറിയോ രാധിക, ഞങ്ങള് മൈൽ സ്റ്റോണ് പൂജിതയുടെ വീട്ടിലെ എല്ലാ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും കൊണ്ടുപോയി മിക്സ്ചറും ഉപ്പേരിയും എല്ലാം കൊണ്ട് കൊടുക്കും. ഒരു സ്പെഷ്യൽ കടയുണ്ട്, ആ കടയുടെ പേര് ഞാൻ പറയില്ല. ഞങ്ങള് കൊണ്ടേ കൊടുക്കാറുണ്ട് എപ്പോഴും. നീ അതായിരിക്കും ഇവിടെ കൊണ്ട് കൊടുത്തത്. ഓണം സ്പെഷ്യൽ ഒക്കെ ഇവരെപ്പോ വരുമ്പോ എനിക്ക് കുറെ കിട്ടും. ഓണം വിഷു ഒക്കെ കിട്ടാറുണ്ട്. ഗിഫ്റ്റ് എന്റെ വീട്ടിലേക്ക് വരണം, അടുത്ത് തന്നെയാ. എല്ലാം കൊണ്ട് തരും കേട്ടോ ഇവര്. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം ഒരു തേൻ മിഠായി, മിക്സർ, ഉപ്പേരി, മുറുക്ക് അങ്ങനത്തെ എന്താണെന്നറിയോ, സെറ്റില് ഫസ്റ്റ് ദിവസം സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു. അന്ന് മാത്രം അയാൾ വിളിച്ചു, മാം ലൊക്കേഷൻ എവിടെയാണ്. പിന്നെ ആൾക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാം. വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേനും വിളിക്കും, എല്ലാ സാധനവും കൊണ്ടുതരും. ഇവരാണ് ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഫുൾ നിങ്ങൾ അങ്ങനെ ഒരു ആ ഒരു ഫൺ മൂഡ് തന്നെയായിരുന്നു സെറ്റില് അല്ലേ? പ്രൊഡ്യൂസറുടെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പൊ മനസ്സിലായി. പോയിന്ന് മനസ്സിലായില്ലേ? അല്ല, എന്നാലും ഇപ്പോഴും നിങ്ങൾ എപ്പോഴും എന്താ പറയാ, സെറ്റിലത്തെ ആ ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ, ആ ഒരു ഫീലിൽ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ നിൽക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സീക്വൻസ്, ഒരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എല്ലാവരും ഒരുമിച്ചില്ലല്ലോ. അല്ല, എന്നാലും ഉള്ളതിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്തെങ്കിലും ബ്യൂട്ടിഫുൾ മൊമെന്റ്. അത് ഇവരുടെ ഈ മിക്സർ ഉപ്പേരി തീറ്റായിരിക്കും ഇവര് ഒരുമിച്ച് ഇരുന്നിട്ടുള്ള. പൂജിതയ്ക്ക് മലയാളം, പൂജിത പുറത്താ പഠിച്ചത്. പൂജിതയുടെ മലയാളം കുറച്ചൊന്ന് പതുക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വെറുതെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ താഴെ അവിടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഏതോ ഒരു പുസ്തകം. അപ്പൊ അതിങ്ങനെ പൂജിത എങ്ങനെ വായിക്കുന്നു, ശ്രുതി ഉണ്ടായിരുന്നു. അപ്പൊ പൂജിത എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് ശ്രുതി പിന്നെയും വായിക്കും. ശ്രുതിക്ക് മലയാളം വായിക്കാൻ അറിയോ? ശ്രുതി ബോംബെയിലായിരുന്നു അല്ലേ? ഇല്ല, ശ്രുതി വായിക്കും. പക്ഷെ പൂജിത അക്ഷരം വായിക്കാൻ അറിയില്ല. അററ കുറ പണികൾ എന്നൊക്കെ വായിക്കും. പൂജിതയ്ക്ക് വായിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മലയാളം ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് കട്ടിയുള്ള വാക്ക് പറയാൻ പറയും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അപ്പൊ അത് പക്ഷെ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും പൂജിതയ്ക്ക് ഫോർ കിട്ടില്ല. എക്സാമ്പിൾ ഒരു വാക്ക് പറയും. അമ്മ, രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പറയൂ. പറഞ്ഞേ നീ. അല്ല, നാവിൽ ഒതുക്കുന്ന വേറെ എന്തെങ്കിലും ദിനേശ് ഇട്ടരും. രേഖപ്പെടുത്തുന്നതോടൊപ്പം എന്ത്? അതൊക്കെ അവള് പറയും. രേഖപ്പെടുത്തുന്നതിനോടൊപ്പം പറയൂ. മസ്തിഷ്ക പ്രക്ഷാളനം. ശത്രുഘ്നൻ. അല്ല ദിനേശ് നാവ് കുളിക്ക് ഒരെണ്ണം ഇട്ട് കൊടുത്തേ. ഞാൻ പറഞ്ഞല്ലോ അത് തന്നെ ഒരു ടങ് ചെറിയ വാക്കാ പറഞ്ഞത്. എന്നാ ഞാൻ പറയാം, എബ്രിഡ് ഷൈൻ. ഏയ് അല്ല, പക്ഷെ പൂച്ചത് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാറുണ്ടല്ലേ? സംസാരിക്കും, വായിക്കാൻ മറ്റേ ബുക്കിൽ നോക്കി വായിക്കും, സംസാരിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. അതന്നെ. യെസ്, ഓക്കെ. ഈ ഇതിലെന്തായിരുന്നു പ്രശ്നം? എഴുതുകയും ചെയ്യും, വായിക്കുകയും ചെയ്യും, അതെ, പറയുകയും ചെയ്യും. രാധികയുടെ ട്രെയിനിങ്ങിലാണ് ഇതൊക്കെ പഠിച്ചത്. രാധികയ്ക്ക് പറയണം, അത്രേ ഉള്ളൂ. രാധിക ഓ, നിങ്ങളുടെ ഇതിനകത്ത് ഇതിനകത്ത് വല്ല സീക്വൻസും ചെയ്തിട്ടുണ്ടോ? റീൽസ് ഒക്കെ ചെയ്യലായിരുന്നു പരിപാടി. നമ്മൾ കാരവനിൽ ഇരിക്കണ ടയർ പഞ്ചറായി, ഡാൻസ് പഠിച്ചേ. ഏകദേശം കാര്യങ്ങൾ ഇവരെന്തായിരുന്നു അവിടെ ചെയ്തോണ്ടിരുന്നത്? ഉപദ്രവമായിരുന്നു അവിടെ. വെറുതെ അല്ല, ചേട്ടൻ അപ്പപ്പോ സ്ക്രിപ്റ്റ് ഇംപ്രൂവൈസ് ചെയ്ത് എനിക്കിപ്പോ മനസ്സിലായി. പാവ എഴുതി വെച്ചത് ഒന്നും അവിടെ നടക്കുന്നില്ല. മലയാളം പഠിപ്പിക്കല്, ഡാൻസ് കളി, അച്ചാർ, മിക്സർ, തേൻമിഠായി കഴിക്കല്, ഈ സ്വിഗ്ഗി സൊമാറ്റോ. അതെ, അപ്പൊ ഷൈജൻ എഴുതി വെച്ചത് ഒന്നും ഇവിടെ കേൾക്കുന്നില്ല. പോയി അടുത്തത് നിങ്ങളുടെ ലെവലിലേക്ക് എഴുതി വന്ന് പാവം എഴുതി ഓരോന്നും. അപ്പൊ യെസ്, അതാകട്ടെ. അപ്പൊ മേക്കപ്പ് ഭയങ്കര പാഷനേറ്റ് ആണ്. ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോഴും ചെയ്യാനായിട്ടും ഭയങ്കര എന്താ പറയാ, സൂപ്പർ എക്സൈറ്റഡ് ആണ് ഓരോ പ്രൊജക്ട് വരുമ്പോഴും. ഇതിനു മുമ്പേ ഞാൻ കണ്ടിരുന്നു രേഖാചിത്രത്തിന്റെ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പം യു ആർ ടോക്കിംഗ് ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ തന്നെ. ഈ സ്പായും അത്രത്തോളം ആ ഒരു ഫീല് തന്നോ?
ഐ ഡോണ്ട് ഇപ്പം പറഞ്ഞ പോലെ സ്ക്രീൻ സ്പേസ് ഞാൻ മെഷർ ചെയ്തിട്ട് ഇതിനെ പറ്റി സംസാരിക്കണം. ഐ ഡോണ്ട് നോ ബിക്കോസ് ലൈക്ക് ഇഫ് വി കൗണ്ട് ടൈമിംഗ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ലെസ്. ബട്ട് ദെൻ ഐ ആം ആക്ച്വലി ക്യാരിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സബ്ജക്റ്റ് ആണ് ഞാനും സംസാരിക്കുന്നത് അബൌട്ട് ദ ടൈറ്റിൽ. ഫോർ മീ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് പോലും, ഞാൻ സംസാരിക്കാത്തൊരു രീതിയിലാണ് ഞാൻ സംസാരിച്ചേക്കുന്നത് പോലും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. then obviously it's Abrit's project at the end of the day. Appo obviously I just wanted to be a part of it and then I am. Okay. There's a message also to give. Ade like kind of like other the thing was if I like if ഞാൻ പറഞ്ഞ പോലെ like ആ സ്ക്രീൻ സ്പേസ് നമ്മൾ കൗണ്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ the character that I hold is actually talking a very നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് എന്റെ ക്യാരക്ടറും പറയുന്നത്. ദോ ഇറ്റ്സ് വെരി മൈന്യൂട്ട് സംഭവമാണ്. ബട്ട് ദെൻ ഇറ്റ് ഹാപ്പൻസ്. സ്പായുടെ ടൈറ്റിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ വി ഓൾ ഹാവ് ദിസ് തിങ് ഒരു സ്റ്റിഗ്മ അല്ല എന്താ സ്പായുടെ പറ്റി അങ്ങനെ വൈ ഡു വി ടോക്ക്. ബട്ട് ദെൻ ഐ ഹാവ് എ വെരി സ്ട്രോങ് ഫീലിംഗ് അത് അങ്ങനെ അല്ലായിരിക്കും വെൻ ഇറ്റ് കംസ് ഔട്ട്. ബിക്കോസ് പകുതി ഞാൻ വായിച്ചിട്ടുണ്ട്, ബാക്കി ശ്രുതി ഇപ്പൊ ബോംബെയിൽ ആയിരിക്കുമ്പോഴും അവിടെയും ഐ മീൻ മിക്കവാറും നമ്മളെല്ലാവരും തന്നെ സ്പാ എന്താ പറയാ പോയിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം അല്ലേ ഹൗ അവിടുത്തെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, എന്താ നമുക്ക് കിട്ടുന്നതെന്നൊക്കെ. നമ്മൾ അങ്ങനത്തെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിനകത്ത് ആ ക്യാരക്ടറായിട്ട് വരുമ്പോൾ എത്രത്തോളം അതിനകത്ത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കണം? ആണോ? കാരണം ഞാൻ സ്പായിൽ പോകുന്നത് മസാജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, ഇതിൽ ഞാൻ തെറപ്പിസ്റ്റ് ആണ്. മൊത്തത്തിൽ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. അപ്പോ അത് കാരണം എനിക്ക് രണ്ട് സൈഡിന്റെയും എനിക്ക് മസാജ് കിട്ടുമ്പോൾ റിലാക്സേഷൻ ഉണ്ട്. പക്ഷെ ഈ മസാജ് തെറപ്പിസ്റ്റിന് അഭിനയിക്കുന്ന സമയത്ത് അത് വെറുതെ നമ്മൾ പോയിട്ട് അങ്ങനെ പ്രസ് ചെയ്തിട്ട് അങ്ങനെ പോലത്തെ പടം അല്ല ഇത്. there was a മസാജ് സ്പെഷ്യലിസ്റ്റ് തെറപ്പിസ്റ്റ് ആൻഡ് എ ഫിസിയോതെറപ്പിസ്റ്റ് ഓൺ സെറ്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് അത് ടെക്നിക്കാലിറ്റി വെറുതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇടയിൽ സപ്പോസ് അവിടെ ഇവിടെ പ്രസ് ആയാൽ നെർവ് എൻഡിങ്സ് എവിടെയെങ്കിലും പ്രസ് ആയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. അപ്പൊ അത് കാരണം ഇത് ടെക്നിക്കലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രഷർ എങ്ങനെയാണ് ഇടേണ്ടത്, എത്ര പ്രഷർ ഇടണം, എവിടെയൊക്കെ പ്രഷർ ഇടണം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ തെറപ്പിസ്റ്റിനും അവര് ഭയങ്കരമായിട്ട് ഹൈലി പ്രൊഫഷണൽ ജോബ്, ഹൈലി സ്കിൽഡ് ജോബാണ്. എല്ലാവരും മസാജ് തെറപ്പി പഠിച്ചിട്ടും not necessary that there'll be a good masseuse. Appo it was a technical learning and Shine Jetton was very particular. Ad angane cheyan paadu angane cheyirudhu. It was very particular. Just onnu poite angane ingane cheyidittu therapist it's not like that. എനിക്കിത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, എനിക്ക് മൂവിയുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, നമ്മുടെ പൃഥ്വിരാജ്, ജയസൂര്യ, സലിം കുമാർ ഇവരെല്ലാവരും കൂടെ ഒരു കോളേജിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, ചോക്ലേറ്റ്സ്. അതിനകത്ത് സലിമേട്ടൻ പറയുന്നുണ്ടല്ലോ, ലേഡീസ് ഹോസ്റ്റലിലേക്ക് കയറാൻ നേരത്ത് അവിടെ ഒരു 4 പെൺകുട്ടികൾ ചേർന്ന് റേപ്പ് ചെയ്ത് കൊന്നതാണ് അവനെ, നീ അങ്ങോട്ട് ചെല്ലണ്ട. അപ്പൊ സലിമേട്ടൻ ഇത്ര പേര് റേപ്പ് ചെയ്ത് കൊന്നോ, എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. ആ ഒരു ഫീലാണ് പുള്ളി അതിനെ കാണുന്നത്. എന്നെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റു. ഇപ്പൊ ശ്രുതി പറയുന്നുണ്ട്, സോ ഈച്ച് ആൻഡ് എവറി ടൈം മസാജ് ചെയ്ത ഓരോ ഇത് ചെയ്യുമ്പോഴും നെർവ് ഇതാവുമ്പോഴും ഇതാവരുന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഒബ്വിയസ്ലി എന്നാലും കുഴപ്പമില്ല, ഒരു മസാജ് കിട്ടിയാ മതിയായിരുന്നു. ആണോ സമദ്? ആണോ ജ്യോതി? ആണോ? സ്പാ എന്താ പറയുക, സ്പാ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ളൂ. സ്പായിൽ എത്തുന്ന ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻസ് ആണ് ഇതിൽ കൂടുതലായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ എബ്രിഡ് ഷൈൻ സാറിന്റെ പടമായതുകൊണ്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലെ ഈ സ്പായുടെ ഒരു കുറെ എത്രയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അതിൽ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിസ്റ്റും തെറാപ്പിസ്റ്റും ഒരു ഡോക്ടറും സെറ്റിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു റാപ്പിഡ് ഫയർ ഒരു സെഗ്മെന്റിലേക്ക് പെട്ടെന്ന് പോവാം. ഓരോരുത്തരോടാണ് ഓരോന്നോരോ ചോദ്യം. ബെസ്റ്റ് ആൻസർ ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുള്ളൂ. കുട്ടി തുടക്കക്കാരിയാണ്, അവള് കണ്ടുപിടിക്കട്ടെ. ലാസ്റ്റ് ചോദിക്കാം. അപ്പൊ ഇതില് ബെസ്റ്റ് ആൻസർ ആരാണോ തരുന്നത് അവർക്കൊരു സമ്മാനം ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കട്ടെ ആര് തീരുമാനിക്കുമാ? അതെന്നാ ഇവിടെ എത്ര പേരുണ്ട് കണ്ടോണ്ടിരിക്കണോ, നമ്മുടെ ഡയറക്ടർ വരെ ഇല്ല, അദ്ദേഹം തീരുമാനിച്ചോളും ആരാണ് ഏറ്റവും ഫണ്ണി സൂപ്പർ ആൻസർ. ഒരു സ്പാ ആയിരിക്കും സമ്മാനം. പോരെ, നിങ്ങൾ പറയുന്നിടത്ത് ഷൈൻ ചേട്ടൻ നിങ്ങൾക്ക് റെഡിയാക്കി തരും. ഇത് ഷൈൻ ചേട്ടൻ തന്ന ചോദ്യാണ്. അതെ, നോക്കിക്കോ. പോണോ? വിനീതേട്ടനിലാണ് തുടങ്ങുന്നത് കേട്ടോ. ഐശ്വര്യപൂർണ്ണമായിട്ട് അങ്ങ് തുടങ്ങാണ്. സ്പാ ചെയ്യാൻ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ടോ?
അത് എൻജോയ് ചെയ്തെങ്കിരുന്നു. പോയിന്റ്. സ്പാ ഇഷ്ടപ്പെടാഞ്ഞിട്ടും ഐ ഡോണ്ട് വോണ്ട് ദിസ് പറയാൻ മടിച്ചിട്ടുണ്ടോ? അത് അടുത്ത ആളോടാ. എന്നോടാണോ? ആ, എന്തായിരുന്നു? സ്പാ ചെയ്യാൻ പോയിട്ട് അത് വേണ്ടാന്ന് തോന്നി, പെട്ടെന്ന് ഐ ഡോണ്ട് വോണ്ട് ദിസ് എന്ന് ഇല്ല. പറഞ്ഞ് മടിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ സിനിമയുടെ ഭാഗമായി എല്ലാവർക്കും ഒരു ലക്ഷറി സ്പാ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. കിട്ടിയോ? ഇല്ല. സിനിമയിൽ അഭിനയിച്ചാണ് ഇത് അനുഭവിച്ചത്, ഫ്രീ ആയിട്ട് വേറെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്പാ റൂൾ എന്താണ്? തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ചോദിക്കട്ടെ. എല്ലാ റൂളും ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമല്ലാത്ത ഒരു റൂളും ഇല്ല. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തോം കുത്തിപ്പട എന്ന് തോന്നിയ തരത്തിൽ ഇറിറ്റേറ്റ് ചെയ്ത ഒരു സ്പാ ഉണ്ടായിട്ടുണ്ട് ദിനേശിന്. ഉണ്ടായിട്ടുണ്ട്. ഏത് സ്ഥലത്താന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിപ്പോ വേണമെങ്കിൽ നമുക്ക് ചുമ്മാ കംബോഡിയ എന്നൊക്കെ പറയാലോ. ഇരിക്കട്ടെ. ഏറ്റവും എൻജോയ് ചെയ്തത് എവിടുത്തെ ഏത് സ്ഥലത്താ? അല്ല, എൻജോയ് ചെയ്താണ് കംബോഡിയ എന്ന് ആക്കിക്കോളൂ. ആണോ? അപ്പൊ ഇഷ്ടമല്ലാത്തവരുന്നതോ? അല്ല, അത് ഒബ്വിയസ്ലി നമ്മുടെ ഇവിടെ എവിടെന്നെങ്കിലും ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവേ. ഈ എറണാകുളം എന്ന് വെച്ചോ. എറണാകുളത്ത് അങ്ങനെ വെക്കാനൊന്നും പറ്റൂല ദിനേശേ. എറണാകുളം ആൻഡ് ദുബായ്. ദുബായ് ഇഷ്ടപ്പെടാത്തതോ? ആ, അപ്പൊ കംബോഡിയ. ഇഷ്ടപ്പെടാത്തത് കംബോഡിയ എന്ന് പറഞ്ഞ കമ്പോ കേട്ടോ. ഓക്കെ. ഇനി എവിടെയാ? നിന്റെ അടുത്താ. The most funniest thing happened during a spa. ഒരു ലേഡി ബോയ് came to me. ഞാൻ എൻജോയ് ചെയ്ത് കടന്നു കൊടുക്കായിരുന്നു. Seriously? Full hair, നല്ല അടിപൊളി figure. I wanted to know how she is like maintaining her hair. ചോദിച്ചപ്പോഴാണ് സൗണ്ട് മനസ്സിലായത്. പോയിന്റ് ആണ്. ഞാൻ അയ്യോ ഫുൾ ബോഡി വേണ്ട. എവിടെയായിരുന്നു? തായ്ലൻഡില്. അവിടെ പോയിട്ട് അത് ചെയ്തില്ലെങ്കിലാണ് ഇത്. ഓക്കെ. ഫ്രീക്വന്റ് ആയി സ്പായ്ക്ക് പോകുന്ന ഫ്രണ്ട്സിനെ കളിയാക്കിയിട്ടുണ്ട്? നോ. ഈ കൂട്ടത്തിൽ സ്പായുടെ എല്ലാ മെത്തഡോളജിയും കൃത്യമായി അറിയാവുന്ന ഒരാളുണ്ട്. ആരാണ് സമതെ? സ്പായെ കുറിച്ച് എല്ലാം സമത തന്നെയാണോ? അറിയാം. എന്തൊക്കെയത്? അതിപ്പോ ക്യാമറ ഓഫ് ചെയ്ത് ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സമ്മാനോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സീൽ ചെയ്ത് തരും ഷൈൻ ചേട്ടൻ. അത് മോശമായിട്ട് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മസാജിങ് ഒരു നമ്മളുടെ ശരീരത്തിന് ബെസ്റ്റ് ആണ് മസാജിങ്. അത് ചെയ്യാ, അത് ചെയ്യാനായിട്ടാണ്. വേറെ മറ്റുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. സാഹചര്യം അനുസരിച്ചിട്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പോയി. അല്ലാണ്ട് വേറെ അത് എന്താ പറയാ, അത് പലയിടത്തും പല രീതിയിലല്ലേ, പല സ്റ്റൈലാണ്. ഞാൻ ഇവിടെ ഒന്നും ഇത് ചെയ്തിട്ടില്ല. കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഈ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്പാ തെറാപ്പിസ്റ്റ് ആയാലോ എന്ന് തോന്നി? ഒരിക്കലും ഇല്ല. എനിക്ക് മസാജ് വേണം, ഞാൻ മസാജ് കൊടുക്കില്ല. ഐ വോണ്ട് എ മസാജ്. ആണോ? പിന്നെ എനിക്ക് മസാജ് കൊടുക്കാനുള്ള അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് മസാജ് കിട്ടിയാലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. പണത്തിന് ചെയ്യുന്നത് നമ്മള് അഭിനയിക്കുകയാണ്. ഒരു പക്ഷെ ഒരു തെറാപ്പിസ്റ്റ് ആയി അവർ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞപ്പോഴായിരിക്കും അവർ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്. നമുക്കിപ്പോ സ്പാ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആവും, നമ്മൾ ശരിക്കും അല്ലെ, നമുക്ക് നല്ല സുഖമല്ലേ അത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ അത് അവർ എത്ര എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടറിലൂടെ പോയപ്പോഴായിരിക്കും അത് മനസ്സിലായ കാരണമാണ് എനിക്ക് ഒരിക്കലും തെറാപ്പിസ്റ്റ് ആവണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇറ്റ്സ് ടു മച്ച് എഫേർട്ട്. എനിക്ക് അത്ര ആ ഫിസിക്കൽ എഫേർട്ട് ഐ ഡു നോട്ട് ഫീൽ ലൈക്ക് ഇറ്റ്. പക്ഷെ മസാജ് കിട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ചില ആൾക്കാർ നേരെ തിരിച്ചുണ്ട്. ചിലർക്ക് ഇങ്ങനെ മസാജ് കൊടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അതിനൊരു നാക്ക് വേണം. ഏതെങ്കിലും ഒരു സ്പാ സെന്ററിൽ പോയിട്ട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ ഇതുവരെ സ്പായിൽ പോയിട്ടില്ല. സത്യം. ലൈഫിൽ കിട്ടുന്നത് സാധാ ആയുർവേദ ഒഴിച്ചിലും അത് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു സ്പാ ഫീൽ ചെയ്തിട്ടില്ല. എന്നാ മോനെ നിനക്ക് കറക്കം എല്ലാം കറങ്ങിയിട്ടും നല്ല ഓർമ്മ അങ്ങ് തരും റെഡി ആക്കിയിട്ട്. ഓക്കെ. ഇനി ബെസ്റ്റ് സ്പാ സെന്റർ എവിടെയാണ്? ശ്രീലക്ഷ്മി ഏതെങ്കിലും ഒരിടത്ത് പോയിട്ടുണ്ടോ? ഞാൻ ആകെ ഒരൊറ്റടത്തേ പോയിട്ടുള്ളൂ. അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഏതെങ്കിലും ബെസ്റ്റ് സ്പാ സെന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു? കമ്പം. ഇവർ രണ്ടും ഒരുമിച്ചാ പോയ കമ്പത്ത് പോയത്. ഓക്കെ. അപ്പൊ അത് പോയിട്ടില്ലാത്തോണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ എനിവേ എന്തായാലും ഇനി സ്പാ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് മൂവി സ്പാ, അതായത് എവരിഡ് ഷൈൻ സ്പാ, അത് തന്നെ വരട്ടെ. ആ പേര് പറയിപ്പിക്കാനാണ് ആ ചോദ്യം ചോദിച്ചത് കേട്ടോ.
the best ever spa. എനിക്ക് ചോദിക്കില്ല. അപ്പൊ എനിവേ നമുക്കത് ഇനിയിപ്പോ 12th ലോഞ്ച് ചെയ്യണം, അതിൽ നമുക്ക് കാണാം. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ഗിഫ്റ്റ് ഷൈൻ ചേട്ടാ ആർക്ക് കൊടുക്കണം ഗിഫ്റ്റ്? ആർക്കും ഇല്ല. അയ്യോ ആ ഉത്തരം പറഞ്ഞിരുന്ന ശ്രീലക്ഷ്മിക്ക് കിട്ടിയാണ്. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. സീ യു ഓൾ. ബൈ.